Hi, welcome back to my channel. Set theory PYQ part 4 ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. Okay, നമ്മുടെ first question. In a class of 200 students, 125 students have taken programming language course, 85 students have taken data structure course, 65 students have taken computer organization course, 50 students have taken both programming language and data structures. 35 students have taken both programming language and computer organization. 30 students have taken both data structure and computer organization. 15 students have taken all the three courses. How many students have not taken any of the three courses? A 15, B 20, C 25, D 30. സോ നമ്മൾ മുന്നേ ചെയ്ത രണ്ട് PYQൻ്റെ വീഡിയോസിലും നമ്മൾ ഇതേ സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ വെച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇതിൽ പറയുന്നത് ഒരു ക്ലാസ്സിൽ 200 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ 125 സ്റ്റുഡൻസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ആൻഡ് 85 സ്റ്റുഡൻസ് ഡാറ്റ സ്ട്രക്ചർ ആണ്, 65 സ്റ്റുഡൻസ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ കോഴ്സ്, 15 സ്റ്റുഡൻസ് ബോത്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഡാറ്റ സ്ട്രക്ചർ, 35 സ്റ്റുഡൻസ് ബോത്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, 30 സ്റ്റുഡൻസ് ബോത്ത് data structure and computer organization, 15 students taken all three. So നമുക്ക് ഇതിൽ students have not taken any of three കോഴ്സും എടുക്കാത്ത സ്റ്റുഡൻസിനെയാണ് നമുക്ക് കാണേണ്ടത്. സോ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് n of p യൂണിയൻ പി എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഷോർട്ട് ആക്കിയതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഡി എന്ന് പറയുന്നത് ഡാറ്റ സ്ട്രക്ചർ ആണ് ഉദ്ദേശിക്കുന്നത്. സി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പ്രോഗ്രാമിംഗ്, ഡാറ്റ സ്ട്രക്ചർ, കമ്പ്യൂട്ടർ ഏതെങ്കിലും ഒന്നെടുത്തത് നമുക്ക് കാണണം. എൻ ഓഫ് പി യൂണിയൻ ഡി യൂണിയൻ സി കാണണം. ദെൻ എൻ ഓഫ് പി എന്ന് പറഞ്ഞത് സ്റ്റുഡൻസ് ഹു സെലക്ട് programming language only, then plus n of t data structure only, n of c computer science only, computer organization only, minus n of p intersection d programming and data structure എടുത്തു വരും, minus n of p intersection d c programming and computer organization, minus n of d intersection c data structure data structure and computer organization, plus taken all the three, n of p intersection d intersection c. So നമുക്ക് ഇവിടെ തന്ന വാല്യൂസ് തന്നിട്ടുണ്ട്. n of t p എന്ന് പറയുന്നത് 125, n of d 85, c 65, minus 50, minus 35, minus 30, plus 50. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 175 ആണ്. അറ്റ്ലീസ്റ്റ് വൺ കോഴ്സ് സെലക്ട് ചെയ്ത, അതായത് 3 കോഴ്സിൽ അറ്റ്ലീസ്റ്റ് വൺ സെലക്ട് ചെയ്ത സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 175 ആണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സ്റ്റുഡൻറ്റ് ഹാവ് നോട്ട് ടേക്കൺ ആണ്. സ്റ്റുഡൻറ്റ് ഹാവ് നോട്ട് ടേക്കൺ എനി ഓഫ് ദ 3 കോഴ്സ് ആണ്. Okay. So students have not taken any of the 3 course എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ സ്റ്റുഡൻസ് ഉണ്ട് 200 മൈനസ് നമുക്ക് അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്റ്റ് വൺ കോഴ്സ് എടുത്തു വരും. സ്റ്റുഡൻസ് ടേക്കൺ അറ്റ്ലീസ്റ്റ് വൺ കോഴ്സ് മൈനസ് ചെയ്താൽ നമുക്ക് സ്റ്റുഡൻസ് ഷുഡ് നോട്ട് ഹാവ് ടേക്കൺ എനി 3 കോഴ്സ് കിട്ടും. So 200 minus 175 equal to
25. So our answer is 25. Okay. The next question. The binary relation R equal to 1 1 2 1 2 2 2 3 2 4 3 1 3 2 3 3 3 4 on the set A equal to 1 2 3 4 is A reflexive, symmetric and transitive, B neither reflexive nor irreflexive but transitive, C irreflexive, symmetric, transitive, D irreflexive and antisymmetric. So ഈ ഒരു ബൈനറി റിലേഷൻ ഇതിൽ ഏതാണെന്ന് ചോദിച്ചത്. സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു റിലേഷനിൽ ആദ്യം ഇത് റിഫ്ലെക്സീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് സെറ്റ് എന്ന് പറയുന്നത് 1 2 3 4 ആണ്. സോ നമുക്ക് വേണ്ട റിലേഷൻ റിഫ്ലെക്സീവ് ആണുള്ള റിലേഷൻ 1 1 വേണം, ഒക്കെ ഉണ്ട്, 2 2 വേണം, 3 3 ആൻഡ് 4 4 കൂടെ വേണം. ഈ ഒരു 4 4 വന്നാൽ മാത്രമാണ് 1 1 2 2 3 3 4 4 വന്നാൽ മാത്രമാണ് ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആവുള്ളൂ. സോ അത് റോങ് ആണ്. സോ നെക്സ്റ്റ് നമുക്ക് ഇത് ഇറഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് 1 1 2 2 3 3 3 വന്നതുകൊണ്ട് തന്നെ ഇത് ഇറഫ്ലെക്സീവ് അല്ല. സോ സി ആൻഡ് ഡിയും റോങ് ആണ്. It's not irreflexive. So our answer is B. Neither reflexive nor irreflexive but transitive. Okay. Then next question. Let P of x denote the power set of set S. Which of the following is always true? A. P of x equal to P of x. B. P of x intersection P of x equal to 5. C. P of x intersection is equal to P of x. D is not belongs to P of x. Okay. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് P of x ഡിനോട്ട് ചെയ്യുന്നത് പവർ സെറ്റ് ഓഫ് സെറ്റ് എക്സ് ആണ്. സോ ഇതിൽ ട്രൂ ആയത് ഏതാണെന്നോ, അതായത് P of x ഈക്വൽ ടു P of x ആണോ, അതോ P of x ഇന്റർസെക്ഷൻ P of x equal to 5 ആണോ, അത് ട്രൂ ആണോ, or P of x intersection S equal to P of x ആണോ, or set S എന്ന് പറയുന്നത് belongs to P of x ആണോ എന്നുള്ളതാണ്. സോ നമുക്കറിയാം 5 is always present in any power set of a set. അല്ലേ? ഏതൊരു പവർ സെറ്റിലും എന്തുണ്ടാവും, 5 എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ടായിരിക്കും. സോ P of xലും 5 ഉണ്ടാകും, P of xലും 5 ഉണ്ടാകും. സോ ഇത് രണ്ടും ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ എടുത്താൽ നമുക്ക് 5 ആണ് കിട്ടുക. സോ P of xലും P of xലും കോമൺ ആയിട്ട് വരുന്ന ഒരു എലമെന്റ് ആണ് എന്ത്, 5 എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the binary relation R equal to xy, xz, zx, zy on the set x, y, z. Which of the following is true? A. R is symmetric but not antisymmetric. B. R is not symmetric but antisymmetric. C. R is both symmetric and antisymmetric. D. R is neither symmetric nor antisymmetric. സോ നമുക്കിവിടെ ആർ എന്ന് പറഞ്ഞൊരു ബൈനറി റിലേഷൻ ഉണ്ട് ഓൺ സെറ്റ് എക്സ് വൈ സെറ്റ്. സോ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് നോക്കിയാൽ അറിയാം നമുക്ക് സിമെട്രിക് ആണോ ആൻറ്റി സിമെട്രിക് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. സോ സിമെട്രിക് ആണെങ്കിൽ എക്സ് വൈ എന്നൊരു റിലേഷൻ ഉണ്ടെങ്കിൽ, അതായത് എക്സ് വൈ x, y belong to this relation ആണെങ്കിൽ, R ആണെങ്കിൽ നമുക്ക് എന്തും കൂടെ വേണം, y, z, xഉം കൂടെ വേണം. എന്നാൽ മാത്രമേ ഇത് സിമെട്രിക് ആവുള്ളൂ. y, xഉം belongs to R ആവണം. ബട്ട് ഇവിടെ y, x ഇല്ല.
is not belongs to this relation. So നമുക്ക് പറയാം R എന്ന് പറയുന്നത് അത് സിമെട്രിക് അല്ല. സോ ഈ ഓപ്ഷൻ തെറ്റാണ്, എ തെറ്റാണ്. R is symmetric എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ സിയും റോങ് ആണ്. ദെൻ നമുക്ക് ആൻറ്റി സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആൻറ്റി സിമെട്രിക് എന്ന് പറയുമ്പോൾ എക്സെറ്റ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ദെൻ ZX വരാൻ പാടില്ല. ബട്ട് ഹിയർ എക്സ് കൊമ സെഡ് ബിലോങ്സ് ടു ആർ ആണ്, അതുപോലെ തന്നെ സെഡ് കൊമ എക്സും ബിലോങ്സ് ടു ആർ ആണ്. സോ ഈ റിലേഷൻ എന്തല്ല, ആൻറ്റി സിമെട്രിക്കും അല്ല, നോട്ട് ആൻറ്റി സിമെട്രിക് ആണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. R is neither symmetric nor anti-symmetric എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many onto or surjective functions are there from an n element n greater than or equal to 2 set to a 2 element set? A 2 raised to n, B 2 raised to n minus 1, C 2 raised to n minus 2, D 2 into 2 raised to n minus 2. സോ നമുക്ക് കാണേണ്ടത് ഹൗ മെനി ഓൺ ടു ഓർ സർജക്റ്റീവ് ഫങ്ഷൻസ് ആണ്. സോ നമ്മൾ n 2 ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ n ഈക്വൽ ടു 2 ആണെങ്കിൽ ഇവിടെ ഓൺലി 2 ഓൺ ടു ഫങ്ഷൻസ് ആണ് ഉണ്ടാവുക. അതായത് രണ്ട് സെറ്റ് ഉണ്ട്, എ ബി 1 2. സോ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. സോ എ ടു 1 വരാം, ബി ടു 2 വരാം, ഓർ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വരാം, ക്രോസ് ആയിട്ട് അങ്ങനെയും വരാം ഫങ്ഷൻസ്. അതായത് എ ടു 2 വരാം, ബി ടു 1 വരാം അല്ലേ. ഓക്കെ. സോ എങ്ങനെയായാലും ഓൺലി 2 ഓൺ ടു ഫങ്ഷൻസേ നമുക്ക് വരുന്നുള്ളൂ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഓപ്ഷനിലേക്കും നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ആൻസർ വരുന്നുണ്ട്, 2 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. സോ 2 raised to n, 2 raised to n എന്ന് പറയുമ്പോൾ n 2 ആണ്. സോ 2 raised to 2 എന്ന് പറയുന്നത് ഈക്വൽ ടു 4 ആണ്. സോ നമുക്ക് 4 അല്ല 2 ഓൺ ടു ഫങ്ഷൻ ആണ് വരുന്നത്. 2 ആണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. നമുക്കിവിടെ 2 ഓൺ ടു ഫങ്ഷൻസ് ആണ് വരുന്നത്. സോ 2 raised to n-ലേക്ക് നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 raised to 2 ചെയ്യുമ്പോൾ 4 ആണ്. സോ ഇറ്റ്സ് റോങ്. Then 2 raised to 2, 2 raised to 2 minus 1 എന്ന് പറയുന്നത് 4 minus 1 equal to 3 ആണ് കിട്ടുന്നത്. So it's also wrong. Then 2 raised to 2 minus 2 അതായത് 4 minus 2 equal to 2 ആണ് കിട്ടുന്നത്. So C is correct. വേണമെങ്കിൽ ഇതും കൂടെ ചെക്ക് ചെയ്യാം. 2 into 2 raised to 2 2 raised to 2 minus 2 അല്ല 2 raised to 2 minus 2 ആകുമ്പോൾ 4 minus 2 2 into 2 4 ആണ് വരുന്നത്. സോ ഇതും റോങ് ആണ്. സോ അവർ ആൻസർ ഈസ് ഡി. സോറി, ഡി അല്ല, അവർ ആൻസർ ഈസ് സി. 2 raised to n minus 2 ആണ് ആൻസർ വരുന്നത്. സോ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a set A, the power set of A is denoted by 2 raised to A if A equal to set 5, set 6, set 7. Which of the following options are true? അതിൽ 1 5 belongs to 2 raised to A, 2 5 is a subset of 2 raised to A, 3 set 5, set 6 belongs to 2 raised to A, 4 5, set 6 belongs to 2 raised to A. So which of the following options are true എന്നുള്ളതാണ്.
നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 5 belongs to 2 raised to a എന്നാണ് പറഞ്ഞത്. 2 raised to a എന്ന് പറയുന്നത് അത് പവർ സെറ്റ് ആണ് അല്ലേ. സോ ഏതൊരു പവർ സെറ്റിലും ഒരു എം ടി സെറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നില്ലെന്നാണ്. സോ 1 ട്രൂ ആണ്. Then 5 is a subset of 2 raised to a. ഏതൊരു എം ടി സെറ്റും ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആണ്. സോ 2 is also correct. Then 3, 5,6 belongs to 2 raised to a. അതായത് 2 raised to a എന്ന് പറയുന്ന പവർ സെറ്റിൽ 5,6 കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതും കറക്റ്റ് ആണ്. ബിലോങ്സ് ടു 2 raised to a ആണ്. സോ ഓൾസോ ട്രൂ. സോ നമ്മൾ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും 1, 2, 3 ആണ് കറക്റ്റ് എന്നുള്ളത്. സോ നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ്. ഓക്കെ, സോ നമ്മൾ 4 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സോ ഇനിയും ഇതുപോലത്തെ PYQs ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.